പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. വ്യാപാര ഉടമ്പടി പ്രകാരം ഇന്ത്യക്കാർക്ക് മാത്രമായി വിസ പദ്ധതി പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയ. ഒക്ടോബർ 1 മുതൽ വർക്ക് ഹോളിഡേ വിസ നൽകും. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച വ്യാപാര ഉടമ്പടി പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് തൊഴിൽ അവധിക്കാല വിസകൾ അനുവദിക്കും. ഓരോ വർഷവും 1000 പേർക്ക് വീതം വിസകൾ നൽകുമെന്നാണ് പ്രഖ്യാപനം. കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിന്റെ ത്രിദിന സന്ദർശനത്തിന് പിന്നാലെയാണ് തീരുമാനം. ഇന്ത്യ ഓസ്ട്രേലിയ സാമ്പത്തിക സഹകരണ വ്യാപാര കരാർ 2022 ഡിസംബറിലാണ് നിലവിൽ വന്നത്. ഇതിൽ ഒപ്പുവെച്ച സുപ്രധാനമായ ഒന്നായിരുന്നു വർക്ക് ആൻഡ് ഹോളിഡേ വിസ. ഇത് പ്രകാരം 18നും 30 വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കാനും ജോലി ചെയ്യാനും യാത്ര ചെയ്യാനുമുള്ള വിസയ്ക്ക് അപേക്ഷിക്കാം. ഇത്തരത്തിൽ വിസ ലഭിക്കുന്നവർക്ക് 1 വർഷം ഓസ്ട്രേലിയയിൽ താൽക്കാലികമായി താമസിക്കാം. ഇതിനുള്ള മാനദണ്ഡങ്ങൾ ഓസ്ട്രേലിയ നിശ്ചയിക്കുന്നതാണ്. കരാർ വിപുലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇരു രാജ്യങ്ങളും. ഇതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വർഷം 100 ബില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം 2030 ആകുമ്പോഴേക്കും നടപ്പിലാക്കണം എന്നതാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഷിഗറു ഇഷിബ ജപ്പാൻ പ്രധാനമന്ത്രിയാകും. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഷിഗറുവിന് വൻ വിജയം. പാർലമെന്റിലെ ഏറ്റവും വലിയ കക്ഷിയായ LDPക്കുള്ളിലെ അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. നേതൃസ്ഥാനത്തേക്കുള്ള മത്സരത്തിലെ വിജയിയെ ഒക്ടോബർ 1 പാർലമെന്റ് ഔപചാരികമായി 65ാമത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കും. ജപ്പാനിലെ ആദ്യ വനിതാ നേതാവാകാൻ മത്സരിക്കുന്ന സാമ്പത്തിക സുരക്ഷാ മന്ത്രി സനെ തകായിച്ചിക്കെതിരെ നേതൃനിരയിൽ നടന്ന മത്സരത്തിൽ തകായിച്ചിക്ക് 194 വോട്ടുകൾ ലഭിച്ചപ്പോൾ 215 വോട്ടുകൾ നേടി ഇഷിബ വിജയിച്ചു. 9 സ്ഥാനാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ ഇഷിബയുടെ രാഷ്ട്രീയ എതിരാളിയും മുൻ പ്രധാനമന്ത്രിയുടെ മകൻ ഷിൻജിറോ കൊയ്സുമിയും ഉണ്ടായിരുന്നു. പൊതുജനങ്ങൾക്കിടയിൽ ശക്തമായ പിന്തുണയാണ് ഇഷിബയ്ക്കുള്ളത്. ജനങ്ങളിൽ വിശ്വസിക്കും, ധൈര്യത്തോടെയും ആത്മാർത്ഥതയോടെയും സത്യം സംസാരിക്കും. ഈ രാജ്യത്തെ എല്ലാവർക്കും കഴിയുന്ന സുരക്ഷിതമായ ഇടമാക്കി മാറ്റാൻ പരമാവധി ശ്രമിക്കുമെന്നും ഇഷിബ പറഞ്ഞു. പുതിയ നേതാവെന്ന നിലയിൽ അടുത്ത വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDPയുടെ പ്രതിച്ഛായ പുനഃസ്ഥാപിക്കുക എന്ന നിർണായക ചുമതലയാണ് ഇഷിബ നേരിടുന്നത്. ജപ്പാന്റെ വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ് പ്രതിസന്ധിയെയും അദ്ദേഹം അഭിമുഖീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ ബിസിനസ് ക്ലാസ് യാത്രക്കാർക്ക് വൻ ഓഫർ. 10 എയർലൈനുകളുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ച് ട്രാവൽ ബുക്കിംഗ് വെബ്സൈറ്റായ മേക്ക് മൈ ട്രിപ്പ്. ക്വാണ്ടാസ്, മലേഷ്യൻ എയർലൈൻസ്, സിംഗപ്പൂർ എയർലൈൻസ് എന്നിവയുൾപ്പെടെ 10 അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ബിസിനസ് ക്ലാസ് നിരക്കുകളിൽ 20% കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് മേക്ക് മൈ ട്രിപ്പ് അറിയിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റുകൾക്ക് ഉയർന്ന ഡിമാൻഡുള്ള സാഹചര്യത്തിലാണ് ഈ നീക്കം. എയർ ഇന്ത്യ, എയർ ഇന്ത്യ എക്സ്പ്രസ്, ഒമാൻ എയർ, എയർ അസ്താന, ടർക്കിഷ് എയർലൈൻ, വിർജിൻ അറ്റ്ലാന്റിക്, വിസ്താര എന്നിവയും ഈ സംരംഭത്തിന്റെ ഭാഗമാകും. കൂടാതെ ഗുഡ്ഗാവ് ആസ്ഥാനമായുള്ള കമ്പനി ICICI ബാങ്കുമായി സഹകരിച്ച് ICICI ബാങ്ക് കാർഡ് ഉടമകൾക്ക് ഇന്നു മുതൽ ഒക്ടോബർ 2 വരെ ബിസിനസ് ക്ലാസ് ഫെസ്റ്റിൽ 10,000 രൂപ അധിക കിഴിവ് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ യാത്രാനുഭവം വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി പുതിയ ഫീച്ചറുകളും സംരംഭങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. വരും മാസങ്ങളിലും അത്തരം കൂടുതൽ ഓഫറുകൾ കൊണ്ടുവരുന്നത് തുടരുമെന്ന് മേക്ക് മൈ ട്രിപ്പ് ഫ്ലൈറ്റ്, ഹോളിഡേയ്സ് ആൻഡ് ഗൾഫ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സൗജന്യ ശ്രീവാസ്തവ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മക്ഡൊണാൾഡ്സിനെയും പെപ്സിയെയും മറികടന്ന് ഇലോൺ മസ്ക്. മസ്കിന്റെ ആസ്തി $270 ബില്യൺ. ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി എന്ന സ്ഥാനം ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്കിന്. ടെസ്ല ഓഹരികൾ കുതിച്ചുയർന്നതിന് പിന്നാലെയാണ് മസ്കിന്റെ സമ്പത്ത് ഉയർന്നത്. ഈ വർഷം തുടക്കത്തിൽ മസ്കിന്റെ ആസ്തിയിൽ കുറവ് നേരിട്ടെങ്കിലും വീണ്ടും മുന്നേറ്റം സൃഷ്ടിക്കാനായി. ബ്ലൂംബെർഗ് ബില്യണയർ സൂചിക പ്രകാരം മസ്കിന്റെ ആസ്തി ജനുവരി തുടക്കത്തിൽ $229 ബില്യൺ ആയിരുന്നത് ഏപ്രിൽ അവസാനത്തോടെ $164 ബില്യൺ കുറഞ്ഞു. ആ കാലയളവിൽ ടെസ്ല സ്റ്റോക്ക് 40% ഇടിഞ്ഞതാണ് $65 ബില്യൺ ഇടിവിന് കാരണമായത്. എന്നാൽ നിലവിൽ മസ്കിന്റെ ആസ്തിയിൽ $100 ബില്യൺ വർധനയാണ് ഉണ്ടായത്. മെറ്റ CEO മാർക്ക് സക്കർബർഗ്, എൻവിഡിയ CEO ജെൻസൺ ഹുവാങ്, ഒറാക്കിൾ സഹസ്ഥാപകൻ ലാറി എലിസൺ എന്നിവർ മാത്രമാണ് തങ്ങളുടെ ആസ്തി കൂടുതൽ വർദ്ധിപ്പിച്ചത്.
$262 ബില്യൺ ആസ്തിയുള്ള സെയിൽസ് ഫോഴ്സ്, $233 ബില്യൺ ആസ്തിയുള്ള പെപ്സിക്കോ, $216 ബില്യൺ ആസ്തിയുള്ള മക്ഡൊണാൾഡ്സ് തുടങ്ങിയ വൻ കോർപ്പറേറ്റുകളേക്കാൾ കൂടുതൽ ആസ്തി മസ്കിനുണ്ട്. $215 ബില്യൺ മൂല്യമുള്ള ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസും $202 ബില്യൺ മൂല്യമുള്ള സക്കർബർഗും ഇപ്പോഴും മസ്കിനെ പിന്തുടരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അബുദാബിയിൽ നിന്ന് നേരിട്ട് ബഹിരാകാശത്തേക്ക് ഫ്ലൈറ്റ് സർവീസ്. 2030 ആകുമ്പോഴേക്കും സഞ്ചാരികളുമായി വാണിജ്യ വിമാനങ്ങൾ പറന്നുയരും. സിയാറ്റ് ആസ്ഥാനമായുള്ള റേഡിയൻ എയ്റോസ്പേസ് കമ്പനിയുടെ സഹകരണത്തോടെ 2030 സഞ്ചാരികളുമായുള്ള വാണിജ്യ വിമാനങ്ങൾ പറന്നുയരുന്ന പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് സൗകര്യമുള്ള പൂർണ്ണമായി പുനരുപയോഗിക്കാവുന്ന വിമാനങ്ങളാണ് വികസിപ്പിക്കുന്നത്. 2028 ആദ്യത്തെ സബ് ഓർബിറ്റൽ പരീക്ഷണയാത്ര നടത്തും. 2029 വിമാനം ഭ്രമണപഥത്തിലെത്തും. ബഹിരാകാശ വാഹനത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന വെർട്ടിക്കൽ പാഡിന് പകരം റൺവേയിൽ നിന്നും പറന്നുവരാൻ കഴിയുന്ന എയർക്രാഫ്റ്റാണ് ഉപയോഗിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.